ഏഷ്യാനെറ്റിൻ്റെ പുതിയ പ്രൊമോ വന്ന് അനിമോൾ ബെഡിൽ കിടക്കുകയാണ്. നിവിനും ആര്യനും കൂടെ അങ്ങോട്ട് വരുന്നു. നിവിൻ ആര്യനോട് പറഞ്ഞു, കുറച്ച് വെള്ളം എടുത്തോണ്ട് വാടാ, എടുത്തോണ്ട് വാ ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നത്. ആര്യൻ തിരിഞ്ഞ് നടക്കുകയാണ് വെള്ളം എടുക്കാനായിട്ട്. പിന്നെ കാണിക്കുന്നത് നിവിൻ്റെ കയ്യിൽ ഒരു കപ്പ് വെള്ളമായിട്ട് നിവിൻ നിൽക്കുന്നതാണ്. എഴുന്നേക്കെന്ന് പറയുന്നത്. അനിമോൾ പറയുന്നത് ഇല്ല, എഴുന്നേക്കത്തില്ലെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ബെഡിലല്ലേ കിടക്കുന്നത്, നിനക്കെന്താണെന്ന് ചോദിക്കുന്നത്. എഴുന്നേക്ക്, നീ എഴുന്നേറ്റില്ലെങ്കിൽ ഞാൻ വെള്ളം ഒഴിക്കുമെന്ന് പറയുന്നു. അനിമോൾ ചോദിക്കുന്നു, അപ്പം നീ ഒഴിക്കുമോ എന്ന് ചോദിക്കുന്നു. നീ എഴുന്നേറ്റില്ലെങ്കിൽ ഒഴിക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ അനിമോൾ കണ്ണ് മൂടി കിടക്കുന്നു. അവൻ വെള്ളം ഒഴിക്കുന്ന ഉറപ്പ് അനിമോൾ കണ്ണ് മൂടുന്നു. എൻ്റെ ബെഡിൽ ഞാൻ കിടക്കാതിരിക്കുക, നിനക്ക് എന്തെന്ന് ചോദിക്കുന്നത്. ഞാൻ ക്യാപ്റ്റനാണ്, ഇവിടെ കിടക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്ന നിവിൻ എഴുന്നേക്കെന്ന് പറയുന്നു. അനിമോൾ എഴുന്നേക്കുന്നില്ല, അനിമോൾ എഴുന്നേക്കാതെ കിടക്കുകയാണ്. അപ്പോൾ നിവിൻ അനിമോളുടെ ബെഡിലോട്ട് കാല് കുത്തി നിന്നോട്ട് വെള്ളം തളിക്കാനായിട്ട് നിൽക്കുന്നു. അപ്പോൾ അനിമോൾ പറയുന്നു, എൻ്റെ ദേഹത്ത് വെള്ളം വീണാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു. നിവിൻ പറയുന്നു, വീണാൽ ഞാൻ ക്യാപ്റ്റനാണ്, എഴുന്നേക്കെന്ന് പറയുന്നു. അനിമോൾ പറയുന്നു, എൻ്റെ ദേഹത്ത് വെള്ളം വീഴല്, നീ ചിലയ്ക്കാതെ പോടാന്ന് പറയുന്നു. അനിമോളുടെ ദേഹത്തോട്ട് നിവിൻ വെള്ളം കുടയുന്നു. അനിമോളുടെ ദേഹത്തോട്ട് വെള്ളം വീണത് അനിമോൾ നിവിനെ പിടിച്ച് നിവിൻ്റെ ദേഹത്ത് വെള്ളം ഒഴിക്കുന്നു. നിവിൻ കിച്ചണിൽ നിന്ന് ഒരു ചരുവത്തിൽ നിറ വെള്ളം കൊണ്ടുവന്ന് അനിമോളുടെ ബെഡിൽ ഒഴിക്കുന്നു. അനിമോളുടെ കാലിലോട്ട് വെള്ളം എടുത്ത് ഒഴിക്കുകയാണ്. അനിമോൾ ബെഡിൽ എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു. അനിമോളുടെ കാലിൽ മൊത്തം വെള്ളം നിറഞ്ഞിങ്ങനെ നിൽക്കുന്ന ഒരു പ്രൊമോയാണ് കാണിക്കുന്നത്. എപ്പോഴും ഒരു പെങ്കൊച്ചിനെ ദ്രോഹിക്കുക. ലാലേട്ടൻ്റെ മുമ്പിൽ എത്ര വട്ടം അനിമോൾ പറഞ്ഞിട്ടുണ്ട്, എന്നും ദ്രോഹിക്കുകയാണ്. ഇവനെ പുറത്താക്കണം, അതാണ് വേണ്ടത്. അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.